പണ്ട് ആ ജഡ്ജി എനിക്ക് 3 കൊല്ലത്തെ ശിക്ഷ തന്നിട്ടുണ്ട്. പക്ഷെ 1 വർഷം കഴിഞ്ഞപ്പോ പരോളിന് ഇറങ്ങി മുങ്ങി. തിരിച്ചറിയോ ആവോ? ഞാൻ ഈ അമ്മച്ചിയുടെ മാല അമ്പലത്തിൽ വെച്ച് പൊട്ടിച്ചിട്ടുണ്ടെന്ന് എനിക്കൊരു സംശയം. എന്നെ തിരിച്ചറിയോ? മോന്ത വക്രിച്ച് പിടിച്ചാ മതി. ചിന്നസ്വാമി പെരിയസ്വാമി ആ ലേഖേജ് ഒക്കെ എടുത്ത് വെക്കണോ. ഇതൊക്കെ ഒന്ന് വേഗം എടുത്ത് മുറിക്കത്തോണ്ട് ആരാ ഇവരൊക്കെ? ഇവിടുത്തെ പുതിയ പണിക്കാരാ, ബ്രാഹ്മിൻസാ. ഞാനാ ഇവരെയൊക്കെ നിയമിച്ചത്. ഇങ്ങോട്ട് തിരിയടാ, സാറ് നിങ്ങളുടെ മുഖമൊക്കെ ഒന്ന് കാണട്ടെ. എങ്ങനെയുണ്ട്? ചില സമയത്തൊക്കെ കാണാൻ ഭംഗിയാ. എന്താണ് നിങ്ങളുടെ മുഖമൊക്കെ വക്രിച്ചിരിക്കണേ? ഭാരം കയറിയപ്പോ കൂടിപ്പോയാ എന്നാ ഇതൊക്കെ മുറിക്കത്തോണ്ട് വെച്ചേ കൊണ്ടുവയ്ക്ക്. കുട്ടികൃഷ്ണ, ആ ഞാൻ ദാ വരുന്നു. ഞാൻ എന്തെടുക്കോടെ അവിടെ? ഞാൻ എന്റെ പെട്ടി അന്വേഷിക്കുകയായിരുന്നു. മരുന്നും ഗുളിയും ഒക്കെ വെച്ച എന്റെ ആമപ്പെട്ടി കാണാനില്ലെന്നേ. പിച്ചളയുടെ സത്യം പറ, സാറങ്ങനെ എടുത്താ? എനിക്കെന്തിനാടാ അതിന്റെ പെട്ടിയും ഗുളിയും ഒക്കെ? അത് ശരിയാണല്ലോ, പിന്നെന്തിനാ എടുത്തോ? നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷമാ നാട്ടിലൊരു വിഷുക്കാലം. നാളത്തെ വിഷുക്കണിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോ? എനിക്ക് കൃഷ്ണനെ കണി കാണണം. വെളുപ്പിന് എല്ലാവരും വന്നാ മതി, കണി റെഡി. ഭഗവാനെ, കൊന്നപ്പൂവുണ്ട് കേട്ടാ. ഇവിടെ ഉണ്ടായിരുന്ന കൃഷ്ണ വിഗ്രഹം എവിടെ പോയി? നാളെ രാവിലെ ഞാൻ എന്ത് കണി കാണിക്കും എന്റെ കൃഷ്ണ? ജഡ്ജി അദ്ദേഹം എന്നെ കൊല്ലുന്നതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ പോവാ. എന്താണോ ഇത്? ഇത് ഓടക്കൊള്ളല്ലേ? ഇവിടെ ഇരുന്ന കൃഷ്ണന്റെ വിഗ്രഹം കാണാത്തതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു ബുദ്ധി കാണിച്ചത്. കണി കാണാൻ വന്നിട്ട് കൃഷ്ണനെ കണ്ടില്ലെങ്കിൽ സാർ എന്നെ കൊല്ലില്ലേ? വെളുപ്പിന് 3 മണി മുതൽ നീലത്തിൽ മുങ്ങി നിൽക്കണതാ. എന്താ വിശ്വാസായില്ലേ? ഇന്നത്തെ ടെൻഷൻ ഓർത്ത് ഇന്നലെ ഒന്നും കഴിച്ചില്ല. വെണ്ണയോ പാലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാൻ താ. ഇവരെയൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാ വേണ്ടത്. മയിൽപ്പീലി കിട്ടാൻ ഞാൻ കഴിച്ച കഷ്ടപ്പാട് എനിക്ക് മാത്രമേ അറിയൂ. പോലീസ് വരട്ടെ, എല്ലാം ഞാൻ തുറന്നു പറയും. വൃത്തികെട്ട പോട്ടെ. മേനോൻ സാറ് പറഞ്ഞിട്ട് എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നതായിരിക്കും അല്ലേ? എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. കൊണ്ടോളൂ, ഇതെന്ത് കൊണ്ടോളൂ. അപ്പൊ എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നതല്ലേ? ഈശ്വര, ചന്ദനക്കുറി അല്ലല്ലോ, ഇന്ന് കുങ്കുമ, അതും ഗോപി. ഇയാൾക്ക് ഇച്ചിരി ഇളക്കം കൂടും. ഞാൻ മാധവേട്ടനെന്ന് കാണാൻ വന്നതാണ്. വിളിക്കാം. കുട്ടികൃഷ്ണ, എന്താ? ഇവര് മാധവനെ കാണാൻ വന്നവരാ. വരിക. താങ്ക് യു സർ. തിന്നാൻ എന്താ വേണ്ടേ? ചായയോ കാപ്പിയോ? എനിക്ക് കാപ്പി. ഇവിടെ എന്താ? ചായ. അപ്പൊ ഇവിടെ ചായ, ഇവിടെ കാപ്പി. അതെ. പെരിയസ്വാമി, എന്തോ? അയ്യോ, പോലീസ്. സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണേ. പോലീസ് വന്ന് അങ്ങോട്ടല്ലടാ, ഇങ്ങോട്ട്. ഇങ്ങോട്ടാ. ഓട്ടുമുകളിൽ എവിടെ പോയി കിടക്കണാവോ? മാധവൻ കുഞ്ഞേ. എന്താടോ ഗോപി, രാവിലെ തന്നെ? ഇതാ ഒരു സീരിയസ് മാറ്റർ ഉണ്ടായിരുന്നു. എന്നാ പറഞ്ഞോളൂ. ഇയാളങ്ങോട്ട് പോയേ. എന്തിന്? വയ്ക്കോ. അല്ല സാർ, താനിവിടെ നിന്നാ മതി. നമ്മളിവിടെ ഒളിച്ചിരിപ്പുണ്ടെന്നുള്ള വിവരം പോലീസ് എങ്ങനെയാ അറിഞ്ഞു? ഇനി കീഴടങ്ങുന്നതാണ് നല്ലത്. കീഴടങ്ങുന്ന ഭീരുത്വമാണ്. നമുക്ക് പിടികൊടുക്കാം. അത് തന്നെയാടാ പോത്തെ ഞാനും പറഞ്ഞത്. ആണോ? അല്ലേ? എന്താടോ പ്രശ്നം? മാധവേട്ടന്റെ മോൻ അരുൺ ബാംഗ്ലൂർ മെഡിക്കൽ കോളേജിലല്ലേ പഠിക്കുന്നത്? അതെ. ആ മെഡിക്കൽ കോളേജ് 2 ദിവസത്തിന് മുമ്പ് ഒരു സ്റ്റുഡന്റ് റാഗിങ്ങിനിടയിൽ കൊല്ലപ്പെട്ടു. പ്രതികളുടെ കൂട്ടത്തിൽ മാധവേട്ടന്റെ മോൻ ഉണ്ടോ എന്നൊരു സംശയം കർണാടക പോലീസ്. അരുണിന്റെ പേരിൽ വാറന്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. കേരളത്തിലെ കേസിന്റെ ചാർജ് SP ആന്റണി പുന്നക്കാടനാണ്. ആന്റണി പുന്നക്കാടൻ? എങ്കിലിത് കള്ളക്കേസാ. വലട്ടാ, ഇത് നമ്മളെയും ഈ കുടുംബത്തെയും കരിവാരി തേക്കാൻ വേണ്ടി അവൻ മനഃപൂർവ്വം കെട്ടിച്ചമച്ച കേസാ. സംശയമില്ല. താൻ ചെന്ന് പറഞ്ഞേക്ക്, ജസ്റ്റിസ് വിശ്വനാഥ മേനോന്റെ കുടുംബത്തോടുള്ള അവന്റെ കളി വേണ്ടാന്ന്. പുന്നക്കാടിന്റെ മിടുക്ക് ഇങ്ങോട്ട് കാണിച്ചാല് വിവരം അറിയാ അയാള്. താൻ പോയിക്കോ.
ആ നിക്ക് 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 സാറന്മാർ ഇത് കുടിച്ചിട്ട് പോയാ മതി. ഞാൻ ഇതെന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയത്. കൈ കൊണ്ടല്ലാതെ പിന്നെ കാലുകൊണ്ടാണ് അവിടെ ഉണ്ടാക്കുന്നത്. ഇത് കാപ്പി, ഇത് ചായ. എന്നാ എനിക്ക് കാപ്പിയാ. നിനക്കെന്താ ചായ കുടിച്ച? എനിക്ക് കാപ്പിയാ ശീലം. ആ ശീലം മാറ്റണം. ഈ കപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയ പ്രശ്നം തീരില്ലേ? അങ്ങനെ ഇവന്റെ പ്രശ്നം തീരില്ല. ഇവന്റെ പ്രശ്നം തുടങ്ങാൻ പോവാ. നീ എത്ര കളിക്കാ? കുടിക്കടാ, നക്കി കുടിക്കടാ പട്ടിയുടെ മോനെ. എന്താ ഇത്? കുടിക്കടാ നീ. അയാൾക്ക് വട്ട വട്ട് നിന്റെ തന്തക്കടാ. എന്തായാലും സാറിന്റെ തലയിലോട്ട് അയാൾ ചായ ഒഴിക്കാത്തത് ഭാഗ്യം. വണ്ടി എടുക്കണോ? സോറി സാർ.